ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു. വിഷുവിൻ്റെ തലേ ദിവസം രാത്രിയിലെ പരിപാടികളാണ്. തലേ ദിവസം തന്നെ ഞാൻ പയറ് വെള്ളത്തിൽ ഇട്ടിരുന്നു പരിപ്പിന് വേണ്ടിയിട്ട്. ഇവിടെ വെള്ളത്തിൽ ഇട്ട് പയറ് വേവിച്ച് പരിപ്പുണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ സാമ്പാർ, അവിയലിനുള്ള മലക്കറി എല്ലാം ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം കട്ട് ചെയ്യാൻ നിന്നാൽ കുഞ്ഞുറക്കത്തിൽ നിന്ന് കൂടെ എണീറ്റ് വരും. അതിനെക്കാട്ടും നല്ലത് തലേക്കുന്ന ദിവസം ആകുമ്പോൾ നമുക്ക് രാവിലെ ജോലിയും കുറയും, പണിയും എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ അരിഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ മോളവിടെ ഇരുന്ന് എന്തൊക്കെയോ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്തിനാ അതെല്ലാം അരിയണേ, ഞാൻ വരണോ? ഞാൻ നാൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇതെല്ലാം നടക്കുന്നത്. അപ്പോഴത്തേക്ക് കൂടെ വന്ന് ആളിന് ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ മടിയാണ്. അപ്പോൾ വന്നിട്ട് ഈ പച്ചക്കറി അരിയാൻ ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. അകലിന് ഒരിടത്ത് ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. ഇതെല്ലാം കട്ട് ചെയ്യാൻ വരാനായിട്ടിരിക്കുവാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ എൻ്റെ അടുത്തോട്ട് വന്നു. അവിടെ ഇരുന്ന് വർത്തമാനവും പറഞ്ഞ് കഴിക്കുവാണ്. ഞാൻ അരിയണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര വർത്തമാനം. പിന്നെ കഥ പറയുക, എന്താ വിഷു, എന്തിനാ എങ്ങനെയൊക്കെ ഉണ്ടാക്കണേ, നാളെ സദ്യ ഉണ്ടാക്കുവാണോ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. അതിനിടയിൽ ആൾ ഫുഡൊക്കെ കഴിച്ചു, പോയി ക്ലീനായി. എന്നിട്ട് ഓരോന്നോരോന്ന് എടുത്ത് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. എന്നിട്ട് അവിടെ എൻ്റെ അടുത്ത് തന്നെ വന്നിരുന്നു. മലക്കറിയെല്ലാം ഓരോന്നോരോന്ന്, അമ്മ ഇതെന്താ, ഇത് വേണോ എന്നൊക്കെ ചോദിച്ച് ഓരോന്നോരോന്ന് എടുത്ത്. ആളിന് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഇങ്ങനെ നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ കൂടെ വന്നിരിക്കാനും ഓരോന്ന് കഥ പറയാനും ഇതെന്തിനാ എന്നൊക്കെ അറിയാനും വേണ്ടിയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആൾ മലക്കറിയെല്ലാം കഴുകിയ വെള്ളം കൊണ്ടുപോയി കളഞ്ഞിട്ട് വേറെ വെള്ളം പിടിച്ച് അതിന് കൊണ്ടുവന്ന് തന്നു. അതിന് ശേഷം ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒരുപാടുണ്ടായിരുന്നു അരിയാൻ, അതെല്ലാം ഏകദേശം അരിഞ്ഞ് തീരാറായി. അപ്പോൾ ആൾ പറഞ്ഞു, ആളിന് എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കട്ടിംഗ് ബോർഡും തപ്പി നടക്കുക. കട്ടിംഗ് ബോർഡും പിച്ചാത്തി അടിച്ച് വെച്ചൊരു തക്കാളി കണ്ടിക്കുന്ന ജോലിയായിരുന്നു ആളിന്. അങ്ങനെ ഓരോ കരണ്ടിയൊക്കെ വെച്ച് ഇങ്ങനെ കുത്തി തക്കാളിയൊക്കെ മുറിച്ചു. ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ മുറിക്കാനും എടുക്കാനും ഒക്കെ.
പെറുക്കി പറക്കിയൊക്കെ വെച്ചു. പിന്നെ പിറ്റേന്നത്തേക്ക് വെള്ളരിക്ക പച്ചടിക്ക് വേണ്ടിയിട്ട് അതെല്ലാം വൃത്തിയാക്കി. ഇത് രാവിലെ ഞങ്ങളുടെ കണിയാണ്. ഏട്ടനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ അടുക്കളയിലേക്ക് തന്നെ കയറി. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഇഡ്ഡലിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതാകുമ്പം ഇവിടെ എല്ലാവരും കഴിക്കും. പിന്നെ എളുപ്പപ്പണിയുമാണ് ഇഡ്ഡലിയും സാമ്പാറും. അതാകുമ്പോൾ ഒരു കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ, ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എടുക്കാം, നമുക്ക് രാവിലെ കാപ്പിക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ക്യാബേജെല്ലാം വൃത്തിയാക്കി. ക്യാബേജ് തോരത്തിന് വേണ്ടിയിട്ട് അതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഈ ക്യാബേജ് ഇങ്ങനെ അരിയണത് അറിയില്ല കേട്ടോ. ഞാൻ വെജിറ്റബിൾ കട്ടർ ഉപയോഗിച്ച് അരിഞ്ഞുകൊണ്ടിരുന്നത്. വെജിറ്റബിൾ കട്ടർ നല്ല ഭാഗ്യം കൊണ്ടത് കേടായിപ്പോയി. പിന്നെ ഇങ്ങനെ തന്നെ അരിയേണ്ടി വന്നു. എനിക്ക് ഇങ്ങനെ അരിയാനൊരു വാക്കില്ല.
അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി വേവിക്കാനായിട്ട് കുക്കറിലേക്ക് കൊണ്ട് വന്നായിരുന്നു. അപ്പം സാമ്പാർ ഇറക്കിയ വാക്കിൽ അരി വയ്ക്കാമല്ലോ എന്നാലോചിച്ചു. എളുപ്പം ജോലി തീരുമല്ലോ. അങ്ങനെ അരി ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. നമുക്ക് പുറത്ത് അങ്ങനെ അടുപ്പൊന്നുമില്ല, പിന്നെ അകത്തടുപ്പ് വയ്ക്കാനും ഒക്കില്ല. അതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെയാണ് കൂടുതലും ചോറ് വയ്ക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇഡ്ഡലിയെല്ലാം ശരിയായിട്ട് വന്നു. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാനൊരു പാത്രത്തിലിട്ടു മാറ്റി. ഇനി അതിൽ കറിയായിട്ട് എടുക്കാമല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് ഈ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അടുത്തത് വേവിക്കാനായിട്ട് ഉപ്പും വെള്ളവും ചേർത്ത് വെച്ചു. പിന്നെ വേവിച്ച് വെച്ച സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടെ വെച്ചു. അതിലേക്ക് കായപ്പൊടി, സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തു. എനിക്കിങ്ങനെ സ്പൂൺ അളവ് അധികം വർക്കാവില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത് കൂടുതലും. എനിക്ക് ഇതുവരെ കുഴപ്പം വന്നിട്ടില്ല. എല്ലാം അങ്ങനെയാണ് ഞാൻ കൂടുതലും ഇടുന്നത്. അങ്ങനെ അതെല്ലാം ഇട്ടു. സാമ്പാർ ശരിയപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് അതിലേക്കുള്ള കടു വറുക്കൽ, അതായത് ഈ ഉള്ളി താളിച്ചൊഴിക്കുക ആ പരിപാടിയായിരുന്നു. അങ്ങനെ കടു ഇട്ടു, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കടു വറുത്തൊക്കെ ഒഴിച്ചു. സാമ്പാർ സെറ്റാക്കി. പിന്നെ അതിൽ തന്നെ ക്യാബേജ് തോരനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തത് ക്യാബേജ് തോരനായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എളുപ്പപ്പണിയിൽ കട്ടൻ ചായ ഉണ്ടാക്കുമായിരുന്നു. ഒരു കപ്പ് എടുത്തിട്ട് തേയില ടേസ്റ്റുമാണെന്ന് പറയാറുണ്ട്. ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ചവ്വരിയാണ് വേവിക്കാൻ വെച്ചത്. ചവ്വരി വേവിക്കാൻ വെച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊട്ടപ്പുറത്ത് പയർ നേരത്തെ ഞാൻ വേവിച്ചിരുന്നു. അത് ഒന്നും കൂടി എടുത്ത് ചൂടാക്കാൻ വെച്ച് പിന്നെ അരപ്പ് ഇലക്കി ഒഴിച്ചു.
അങ്ങനെ പരിപ്പ് കറിയുടെ ജോലി കുറച്ച് ഒതുങ്ങി. ഇനി അതിൽ കടുക് താളിച്ചൊഴിക്കണം. അതുമാത്രമേ പരിപ്പിൽ ബാക്കിയുള്ളായിരുന്നു. ചവ്വരി 3/4 വേവാകുമ്പോഴത്തേക്കും ഞാനൊരു സ്പൂൺ നെയ്യ് അത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കാച്ചിയ നെയ്യാണ്, അപ്പോൾ കുറച്ച് അധികം ചേർത്തു. പിന്നെ തൊട്ടപ്പുറത്ത് പച്ചടിക്ക് വേണ്ടിയിട്ട് അരച്ചു. അപ്പോഴത്തേക്ക് മോൾ എഴുന്നേറ്റു. മോളെ കണി കാണിക്കാനായിട്ട് കൊണ്ടുവന്നു. അവൾക്ക് കണ്ണനെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ കണി കണ്ടു. എന്നിട്ട് ചോദിക്കുന്നത്, കണ്ണ എങ്ങനെ ഒരുങ്ങി, എപ്പോൾ ഒരുങ്ങി, ഞാൻ കണ്ണൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ തൊട്ടു എഴുതൂ. ഭയങ്കര സന്തോഷമായിരുന്നു. ആളിന് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൈനീട്ടം മേടിച്ചു. പിന്നെ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ആൾ പോയി. പിന്നെ അവിടെ പോയി പിന്നെ കണ്ണൻ്റെ അടുത്ത് വരുന്ന എന്തോ വികൃതി കാണിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ബ്രദർ വന്നു മോൾക്ക് കൈനീട്ടം തരാൻ. പിന്നെ അവളോടെ കുറച്ച് നേരം എന്തൊക്കെയോ കളിക്കുക. ആ സമയം കൊണ്ട് ഞാൻ അടുത്ത പണിയിലോട്ട് പോയി. എണ്ണ ഒഴിക്കുന്നു. പരിപ്പ് കറിയാണെന്ന് തോന്നുന്നു. അങ്ങനെ പരിപ്പ് കറിയാണ്. പരിപ്പ് കറിക്കുള്ളത് ഉള്ളിയെല്ലാം താളിച്ചു. പരിപ്പിൻ്റെ അരപ്പൊഴിച്ചു. അങ്ങനെ പരിപ്പ് കറിയും റെഡിയായി. പരിപ്പ് കറിയുടെ ഇപ്പുറത്ത് പച്ചടിക്ക് വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പച്ചടിയിൽ അരപ്പൊഴിച്ചു. ബാക്കി അരപ്പ് വെച്ചിരിക്കുന്നത് കിച്ചടി വയ്ക്കാനാണ്, ബീട്രൂട്ട് കിച്ചടി. അരപ്പൊഴിച്ചതിന് ശേഷമാണ് ഞാൻ ചൂടാക്കുന്നത്. അപ്പോൾ ഈ തൈര് പിരിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് ഒഴിച്ചിളക്കിയ ശേഷം അത് ചെയ്തു. പിന്നെ ഞാനും മോളും കൂടെ ചേട്ടനും കൂടെ അമ്പലത്തിൽ പോയി. ഇത് ഞങ്ങളെ വീട്ടിലൊന്ന് പോകുന്ന റോഡാണ്. ഇത് ആളുടെ അച്ചാച്ചൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോകുന്നത് വിഷു കൈനീട്ടം കൊടുക്കാനായിട്ട്. അങ്ങനെ അച്ചാച്ചൻ വന്നു. ഇത് ചേട്ടൻ്റെ കൂട്ടുകാരൻ. ഇത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി. അവിടെയാണ് ഉത്സവം നടക്കുന്നത്. അപ്പം അമ്മ ഇന്ന് അവിടെ കാണും. ഇന്നവിടെ പൊങ്കാലയും കാര്യങ്ങളും നടക്കുക. അങ്ങനെ അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞ് ഇത് എൻ്റെ വീട്. ഞാൻ ബേക്കിൽ നിന്ന് പോകുന്നതുകൊണ്ട് ആൾ വിളിക്കുന്നതാ, വേഗം വാ വേഗം വാ. അങ്ങനെ ഇപ്പോൾ അച്ഛൻ വരും. അപ്പോൾ അച്ഛൻ ഫ്രണ്ടിൽ കൂടെ വന്നു. അങ്ങനെ അവൾ ഫ്രണ്ടിൽ കൂടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വേഗം വേഗം പോവുക. അതാണ് എൻ്റെ അച്ഛൻ. അവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. ഇത് എൻ്റെ മിന്നു. ഞങ്ങൾ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്നിട്ട് അവളെ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ ഓടി വരുന്നതാണ്. അവളങ്ങനെ കൂട്ടിലൊന്നും ഇടാറില്ല. അവളിങ്ങനെ വരും, എന്തെങ്കിലും മേടിച്ച് കഴിക്കും, വീണ്ടും പോവും. അത് കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് പായസം വയ്ക്കൽ പരിപാടി. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വീഡിയോസ് എല്ലാം കട്ടായിപ്പോയി കേട്ടോ. കട്ടായിപ്പോയല്ല, എടുക്കാൻ പറ്റിയില്ല. ഫോണെല്ലാം ഓഫായിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രസവും മോരും ഉണ്ടാക്കിയായിരുന്നു. ഇതിപ്പോൾ സേമിയ ഉണ്ടാക്കുക. ഞാൻ നേരത്തെ വെച്ചിരുന്ന ചവരിയിൽ കുറച്ച് പാൽപ്പായസത്തിലോട്ട് ചേർക്കുന്നുള്ളൂ, സേമിയയിലോട്ട് ചേർക്കുന്നുള്ളൂ. കാരണം ആ ചവ്വരി മാത്രം വെച്ചിട്ട് പായസം വയ്ക്കും. കാര്യം മോൾക്ക് ചവ്വരി മാത്രം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചവ്വരി മാത്രം അപ്പുറത്ത് ഞാൻ വീണ്ടും ഒന്നും കൂടി വേവിക്കാനായിട്ട് വെച്ചു. കുറച്ച് പാലും കൂടെ ഒഴിച്ചു. അങ്ങനെ ഒരു സൈഡിൽ ചവ്വരി മാത്രം വേവുന്നു, ഒരു സൈഡിൽ പായസം ശരിയാവുന്നു. ഈ ചവ്വരിയൊക്കെ വേവിച്ചിട്ട് വെറുതെ കൊടുത്താലും ഭയങ്കര ഇഷ്ടം. ചവരിയിലൂടെ ഭയങ്കര ക്രേസ് ആളിന്. അങ്ങനെ പായസത്തിൽ പഞ്ചസാരയൊക്കെ ഇട്ടു. ഞാൻ ഏലക്ക തുടക്കത്തിലും ഇടും, ലാസ്റ്റും ഇടും. എനിക്ക് ഏലക്കയുടെ ഈ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ എൻ്റെ ഹെൽപ്പറാണ് ആളിന് ഇലയുടെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആൾ ഇലയിടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേർക്കുള്ള ഇലയൊക്കെ ഇടുകയാണ്. ഇലയിടൽ പരിപാടി നടക്കുകയാണ്. അങ്ങനെ ഇലയിട്ടു. ഏട്ടനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ കറികൾ വിളമ്പി. ആളിന് വീഡിയോയുടെ ഫ്രണ്ടിലോട്ട് വരാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ആൾ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളമ്പൊക്കെ തുടങ്ങി.